السلام عليكم ورحمة الله تعالى وبركاته. الحمد لله الحمد لله الذي وكفى وسلام على عباده الذين اصطفى. أما بعد، أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ പരിശുദ്ധമായ ഖുർആനിൽ ഏറ്റവും പ്രതീക്ഷ നൽകുന്ന ധാരാളം ആയത്തുകൾ, അവയിൽ നമ്മുടെ മുൻകാല പണ്ഡിതന്മാർ ഏറെ പരിചയപ്പെടുത്തുന്ന ആയത്തുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആയത്താണ്. അതായത് അല്ലാഹുവിൽ ഏറ്റവും പ്രതീക്ഷ വയ്ക്കാൻ പറ്റിയ ഒരു ആയത്ത് പരിശുദ്ധമായ ഖുർആനിൽ സൂറത്ത് സുമർ, ഖുർആനിലെ 39-ാമത്തെ അധ്യായമായ സൂറത്ത് സുമറിൽ 53-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. ആ ഒരു ആയത്തിൽ തന്നെ നമുക്ക് അല്ലാഹുവുമായിട്ടുള്ള പ്രതീക്ഷ, അല്ലാഹുവിന്റെ കാരുണ്യം എത്രത്തോളമാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നമുക്കറിയാം, മനുഷ്യരെല്ലാവരും പാപികളാണ്, പാപം ചെയ്യുന്നവരാണ്. അത് അല്ലാഹു തന്നെ പറഞ്ഞിട്ടുള്ളതുമാണ്. അപ്പൊ നമ്മൾ പാപങ്ങൾ ചെയ്യുന്നതിനോടൊപ്പം, അതറിഞ്ഞാവട്ടെ അറിയാതെയാവട്ടെ, നമ്മൾ പാപങ്ങൾ ചെയ്യുന്നതിനോടൊപ്പം തന്നെ നമ്മൾ ചെയ്യുന്ന തെറ്റുകുറ്റങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അത് പുറത്തു തരും, മാപ്പാക്കും എന്നുള്ള ആ ഒരു പ്രതീക്ഷ പ്രത്യേകിച്ച് സത്യവിശ്വാസികളായ നാം ഓരോരുത്തർക്കും ഉണ്ടാവേണ്ടതാണ്. ആ ഒരു പ്രതീക്ഷയ്ക്ക് ഏറ്റവും വലിയ ഒരു വില അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഭാഗത്ത് നിന്നും നമുക്ക് മനസ്സിലാകണമെങ്കിൽ ഈ ഒരു ആയത്ത് കൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, അല്ലാഹു ഏതൊരു പ്രധാനപ്പെട്ട കാര്യം പറയുമ്പോഴും തുടക്കത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുൽ എന്ന ഒരു വാക്കിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാറുണ്ട്. നമുക്കറിയാം, ഖുൽ കൊണ്ട് തുടങ്ങുന്ന 4 സൂറത്തുകൾ നമുക്ക് ഏവർക്കും അറിയാവുന്നതാണ്. അതുകൊണ്ട് പല ആയത്തുകളിലും തുടക്കത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് എങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുൽ എന്നാണ് തുടങ്ങാറുള്ളത്. അതുപോലെ ഈ ഒരു ആയത്തിലും അല്ലാഹു സുബ്ഹാനഹു വ തആല ആരംഭിച്ചത് ഖുൽ എന്ന് തന്നെയാണ്. എന്ന് പറഞ്ഞാൽ ഖുൽ, നബിയെ താങ്കൾ പറയുക, അവർക്ക് പറഞ്ഞു കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഖുൽ എന്നൊരു വാക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകന്റെ കാലഘട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാനുള്ള കാരണം, അന്ന് ഏറെയും അവിശ്വാസികളായിരുന്നു. അവർക്ക് മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളത് പ്രവാചകന്റെ കടമയായിരുന്നു, ബാധ്യതയായിരുന്നു. അപ്പോ അറിയാത്ത ഒരു കാര്യം ഒരാൾക്ക് പറഞ്ഞു കൊടുക്കുമ്പോ അത് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകമായിട്ടും എടുത്തു പറയും. അതിനുവേണ്ടി ഉപയോഗിച്ചതാണ് ഖുൽ എന്നുള്ള വാക്ക്. ഇവിടെ അല്ലാഹു പറയുന്നു, ഖുൽ, നബിയെ താങ്കൾ പറഞ്ഞു കൊടുക്കുക, യാ ഇബാദി, എന്റെ അടിമകൾക്ക്. അവിടെയും അല്ലാഹുവിന്റെ ആ ഒരു വാക്കിൽ തന്നെ അല്ലാഹുവിന്റെ കാരുണ്യം നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. യാ ഇബാദിയ, എന്റെ അടിമകൾക്ക് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. അല്ലാഹുവിന് അറിയാം, എന്റെ അടിമകൾ പാപികളാണ്, ദോഷം ചെയ്യുന്നവരാണ്, തെറ്റുകുറ്റങ്ങൾ ചെയ്യുന്നവരാണ്. അങ്ങനെയുള്ള പാപികളായ ദാസന്മാരെ, അടിമകളെ അല്ലാഹു സുബ്ഹാനഹു വ തആല തുടക്കത്തിൽ പറഞ്ഞതും യാ ഇബാദിയ, എന്റെ അടിമകൾക്ക് താങ്കൾ പറഞ്ഞു കൊടുക്കണം എന്നതാണ്. അല്ലാഹു എന്നിട്ട് പറയാണ്, അല്ലദീന, ആ ഒരു കൂട്ടം, അല്ലദീന ഒരു കൂട്ടരായ അടിമകൾ. ഏത് അടിമകളാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിചയപ്പെടുത്തുകയാണ്. അസ്റഫു അലാ അൻഫുസിഹിം, അവരുടെ ശരീരത്തോട് അക്രമം പ്രവർത്തിച്ചവർ, അല്ലെങ്കിൽ അവരുടെ ശരീരം കൊണ്ട് ഏറ്റവും കൂടുതൽ പാപങ്ങൾ ചെയ്യുന്നവർ. അസ്റഫു, ഇസ്രാഫ് എന്ന് പറഞ്ഞാൽ കൂടുതലായി പാപങ്ങൾ ചെയ്യുക എന്നുള്ളതാണ്. അപ്പം അല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം, അവരുടെ ശരീരത്തോട് ഏറ്റവും കൂടുതൽ പാപങ്ങൾ ചെയ്തതായ എന്റെ അടിമകൾക്ക് താങ്കൾ പറഞ്ഞു കൊടുക്കുക, ലാ തഖ്നതു മിൻ റഹ്മത്തില്ലാഹ്, ലാ തഖ്നതു, നിങ്ങൾ ഒരിക്കലും എന്താവരുത്, നിരാശപ്പെടരുത്, മിൻ റഹ്മത്തില്ലാഹ്,
അള്ളാഹുവിന്റെ റഹ്മത്തിൽ നിന്നും അള്ളാഹുവിന്റെ കാരുണ്യത്തിൽ നിന്നും നിങ്ങൾ ഒരിക്കലും നിരാശപ്പെടരുത് എന്ന് അള്ളാഹു പറയാൻ കാരണം നമ്മൾ പാപികളാണ്. നമ്മുടെ പാപങ്ങൾ കാരണം അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ പാപങ്ങൾ അള്ളാഹു ചിലപ്പോ പുറത്തു തരൂല, മാപ്പാക്കി തരൂല. എനിക്ക് ഇനി ദുനിയാവിൽ രക്ഷയില്ല, അതുപോലെ നാളെ ഖബർ മുതൽ തുടങ്ങുന്ന ജീവിതത്തിലും എനിക്ക് രക്ഷയില്ല. എന്റെ സ്ഥാനം, നാളത്തെ എന്റെ താമസ സ്ഥലം അത് നരകമാണ്, സ്വർഗം എനിക്ക് ലഭിക്കൂല എന്നൊക്കെ നമ്മള് ചിലപ്പോൾ ചിന്തിക്കാറുണ്ട്. പക്ഷേ അള്ളാഹു പറഞ്ഞതല്ല, തഖ്നതൂമിൻ റഹ്മത്തില്ല, ഒരിക്കലും എന്റെ കാരുണ്യത്തിൽ നിങ്ങൾ നിരാശപ്പെടരുത് എന്ന് പറഞ്ഞതിന് ശേഷം അള്ളാഹു പറയുന്നു ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീഅ. അതിനുശേഷം അള്ളാഹു പരിചയപ്പെടുത്തുകയാണ് ഇന്നല്ലാഹ, തീർച്ചയായും അള്ളാഹു സുബ്ഹാനഹു വ തആല യഗ്ഫിറു, അവൻ പുറത്തു തരും, അദ്ദുനൂബ, പാപങ്ങളെ പുറത്തു തരും എന്ന് പറഞ്ഞതിനോടൊപ്പം തന്നെ അള്ളാഹു കൂട്ടി പറഞ്ഞു ജമീഅൻ. സാധാരണ ദുനൂബ് എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവും പാപങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു തരും എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാവും നിസ്സാര പാപങ്ങൾ ചെറിയ പാപങ്ങളാവും. വൻ പാപങ്ങൾക്കൊക്കെ അല്ലാഹു പുറത്തു തരണമെങ്കിൽ അതിന് പശ്ചാത്താപം ചെയ്യേണ്ടി വരും, തൗബ ചെയ്യേണ്ടി വരും. പക്ഷെ അല്ലാഹു പറഞ്ഞത് ദുനൂബ എന്നുള്ള വാക്കിനോട് ചേർത്ത് അല്ലാഹു പറഞ്ഞത് ജമീഅൻ എന്നുള്ളത്. എന്ത് വലിയ തെറ്റുകുറ്റങ്ങൾ ചെയ്തവരാവട്ടെ, അത് കുഫറാണെങ്കിൽ പോലും നിങ്ങൾ അല്ലാഹുവിന്റെ അടുക്കൽ തൗബ ചെയ്താൽ, കേണപേക്ഷിച്ചാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മാപ്പാക്കി തരുമെന്ന് അല്ലാഹു പറയുന്നു. ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീഅ. വീണ്ടും അല്ലാഹു പരിചയപ്പെടുത്തുകയാണ് ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല ഗഫൂറാണ്, പാപങ്ങൾ വേറെയും പുറത്തു തരുന്നവനാണ്. എന്ത് പാപങ്ങൾ ഉണ്ടെങ്കിലും ആ എല്ലാ പാപങ്ങളും അല്ലാഹു പുറത്തു തരുന്നു. ഗഫൂർ എന്ന് പറഞ്ഞാൽ ഏറെ പാപങ്ങൾ പുറത്തു തരുന്നവൻ എന്നാണ്. അതുപോലെ റഹീമുൻ, കാരുണ്യം ചെയ്യുന്നവനാണ്. അതുകൊണ്ട് നമ്മൾ എത്ര വലിയ പാപങ്ങൾ ചെയ്തവരാവട്ടെ, ആ പാപങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല മാപ്പാക്കി നൽകും, പുറത്തു നൽകും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിലൂടെ നമ്മളെ ഓരോരുത്തരെയും പഠിപ്പിച്ചു തരികയാണ്. ഈ ഒരു ആയത്ത് കൊണ്ട് തന്നെ നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല എത്ര വലിയ കാരുണ്യവാനാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഒരിക്കൽ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹയുടെ അടുക്കൽ ഒരു സ്ത്രീയും രണ്ട് കുട്ടികളും വന്നു. ഒരു സ്ത്രീയും രണ്ട് കുട്ടികളും പട്ടിണി കാരണം മാതാവിന്റെ വയറ്റിലും ഒന്നില്ല, കുട്ടികൾക്കും പാല് കൊടുക്കാൻ അവരുടെ മകനടുത്ത് പാലില്ല, കുട്ടികളും പട്ടിണിയാണ്. അങ്ങനെ വിശന്ന് വലഞ്ഞ് ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹയുടെ വീട്ടിൽ വന്നപ്പോ എന്തെങ്കിലും കഴിക്കാനുണ്ടോ എന്ന് ആ മാതാവും രണ്ട് കുട്ടികളും ചോദിച്ചു. അവർ പറഞ്ഞു എനിക്കില്ലെങ്കിലും എന്റെ ഈ കുട്ടികൾക്ക് എന്തെങ്കിലും കൊടുക്കാൻ ഉണ്ടാകുമോ എന്ന് ആയിഷ റളിയല്ലാഹു തആല അൻഹയോട് ചോദിക്കുമ്പോ ആയിഷ റളിയല്ലാഹു അൻഹയുടെ വീട്ടിലും ഒന്നുമില്ല, ആകെ ഉണ്ടായിരുന്നത് ഒരു കാരക്ക മാത്രമാണ്. ആകെ ആ വീട്ടിലുണ്ടായിരുന്നത് ഒരു കാരക്ക മാത്രമാണ്. ആ കാരക്ക റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വീട്ടിലേക്ക് കടന്നു വരുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കൊടുക്കാൻ വേണ്ടി മാറ്റി വെച്ചിരുന്ന ഒന്നാണ്. അത് ഈ മാതാവും രണ്ട് പിഞ്ചു കുഞ്ഞുങ്ങളും ആയിഷ ബീവിയുടെ അടുക്കൽ വന്ന് ചോദിച്ചപ്പോ ആ ഒരു കാരക്ക കഷ്ണം എടുത്തുകൊണ്ട് ആ മാതാവിന് കൊടുത്തു. ആ മാതാവിന് കൊടുത്തിട്ട് ആ വിശന്ന് വലഞ്ഞ ഒട്ടിയ വയറുമായി നിൽക്കുന്ന മാരണത്തിൽ പാല് പോലുമില്ലാത്ത ആ മാതാവ് സ്വന്തമായി കഴിക്കാതെ അത് തന്റെ മക്കൾക്ക് വീതം വെക്കുന്നത് ആ വീതം വെക്കുന്ന കണ്ടപ്പോ ആയിഷ റളിയല്ലാഹു തആല അൻഹ ആ മാതാവിനോട് പറഞ്ഞു, നിങ്ങൾ നിങ്ങളുടെ ആ കുട്ടിയോട് കാണിച്ച ആ ഒരു സ്നേഹമുണ്ടല്ലോ, ആ ഒരു കാരുണ്യമുണ്ടല്ലോ, അതിനേക്കാൾ 70 ഇരട്ടിയോളം കാരുണ്യം അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് തന്റെ അടിമകളോട് ഉണ്ട് എന്ന് ആയിഷ റളിയല്ലാഹു തആല അൻഹ ആ മാതാവിനോട് പറയുകയുണ്ടായി. ഇപ്പോ നമ്മൾ ഓരോരുത്തരും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കാരുണ്യം പ്രതീക്ഷിച്ചുകൊണ്ട് നിരാശപ്പെടാതെ നമ്മുടെ ഓരോ കർമ്മങ്ങളും ചെയ്യാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ എല്ലാ തെറ്റുകുറ്റങ്ങളും അല്ലാഹു അവന്റെ കാരുണ്യം കൊണ്ട് വിട്ടുപുറത്തും മാപ്പാക്കി തരുമാറാവട്ടെ. നമ്മിൽ നിന്ന് ആരെല്ലാം മരണപ്പെട്ടു പോയിട്ടുണ്ടോ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് പരിപൂർണ്ണ മഗ്ഫിറത്തും മർഹമത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മളിൽ രോഗികളായി കഴിയുന്നവർക്ക് അല്ലാഹു കാരുണ്യം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആജിലായ കാമിലായ ശിഫാ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വേദനകൾക്ക് ശമനം നൽകി
സ്വീകരിക്കുമാറാവട്ടെ. ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവർ, ആവശ്യങ്ങൾ ആഗ്രഹങ്ങളുള്ള എല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ ആഗ്രഹങ്ങളെ പരിപൂർണമായി സഫലീകരിച്ച് നൽകുമാറാവട്ടെ. ഹദീസിൽ നിന്നും ഖുർആനിൽ നിന്നും കേട്ട കാര്യങ്ങൾ മനസ്സിലാക്കി ജീവിതത്തെ ധന്യമാക്കുവാൻ അല്ലാഹു നമുക്ക് ഏവർക്കും നല്ല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. സുബ്ഹാനല്ലാഹി വ ബിഹംദിഹി സുബ്ഹാനകല്ലാഹുമ്മ വ ബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വ അത്തൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.